Once again, welcome back to our YouTube channel English Academy. I am Ajikumar, the English trainer. So from today, we would like to discuss many social issues too, along with our English classes. Because discussion and debate, that is one of the most important factor to improve your language. Always remember, discuss about a topic that you are interested. Conducting group discussion among peer group or friends that a topic you would like is improve your language capability. Today, I would like to discuss the topic about the teachers in unaided schools. See, സർക്കാർ സ്കൂളുകളിലുള്ള ടീച്ചേഴ്സ്, അൺഎയ്ഡഡ് സ്കൂളുകളിലെ ടീച്ചേഴ്സ്, നൈസായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് ഇവർ തമ്മിലുള്ള വ്യത്യാസം തോന്നും. ഈ അടുത്തിടെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഒരു സ്കൂളിൽ, പത്തനാപുരത്തുള്ള ഒരു സ്കൂളിൽ ഒരു ടീച്ചർക്ക് അവിടെ ജോലി ലഭിച്ചത് 40 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. ഓർത്തോണം, ഹൈസ്കൂളിൽ ഒരു ടീച്ചർക്ക് അവിടെ ജോലി കിട്ടിയത് 40 ലക്ഷം മാനേജ്മെന്റിന് കോഴ കൊടുത്തിട്ടാണ്. കോഴ എന്നല്ലാതെ വേറെ എന്താ പേടായിട്ട് പറയുന്നത്? വേറെ എന്തും അത് 40 ലക്ഷം രൂപ ആലോചിച്ചോണം. ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും BEd ഉള്ള ടീച്ചർ 40 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അവർ കുട്ടികളെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നത്. അപ്പം നേരത്തെ ഒക്കെ നമ്മൾ ടീച്ചേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു ഐഡിയയിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ഈ 40 ലക്ഷം രൂപ തിരിച്ചു പിടിക്കാൻ, അവർക്ക് ശമ്പളമായി കിട്ടുന്നതിലുപരിയായിട്ട് ഈ 40 ലക്ഷം രൂപ തിരിച്ചു പിടിക്കാൻ, അതിനകത്ത് പല ടീച്ചേഴ്സും, അത് ലേഡീസ് സ്റ്റാഫുകൾ കുറവാണ്, പക്ഷേ ജെൻസ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ചെയ്യുന്നത് പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുക, അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള അതർ ആക്ടിവിറ്റീസ്, അത് ബിസിനസ് ആകട്ടെ, റിയൽ എസ്റ്റേറ്റ് ആകട്ടെ, മറ്റു തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആകട്ടെ ഏർപ്പെടുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും പൈസ അവർ കണ്ടെത്തിയത് അവരുടെ കയ്യിലുള്ള സെറ്റ് മണി ആയിരിക്കത്തില്ല, കറക്റ്റ് അവരുടെ പൈസ ആയിരിക്കത്തില്ല, പലപ്പോഴും ഇൻട്രസ്റ്റ് എടുത്തൊക്കെ ആയിരിക്കും ഈ പൈസ കണ്ടെത്തിയത്. അപ്പം ഇതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ തുക തിരിച്ചടയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം ഇവർ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള മറ്റ് ബിസിനസ്സിൽ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇത് അൾട്ടിമേറ്റ്ലി ആരുടെ നെഞ്ചത്തോട്ടാണ് വരുന്നത്? സ്റ്റുഡൻസിൻ്റെ കയ്യിലേക്ക്, അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ വേണ്ടി ചെലവഴിക്കേണ്ട ഈ ടീച്ചറിൻ്റെ ടൈം ആണ് അവർ മറ്റ് ബിസിനസ് മേഖലകളിലേക്കിട്ട് ഇത് നികത്തുന്നത്. അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോട്ട് സ്റ്റുഡൻസ് ക്യാൻ ടീച്ച് എ സ്റ്റുഡൻറ്റ് ഇൻ +1, +2 ഓർ ഇൻ 10th. നൗ ദ സിലബസ് ഓഫ് 5th, 7th ആൻഡ് 9th ആർ ചേഞ്ച്ഡ്. അപ്പോൾ ഈ പുതിയ സിലബസിലെ മാറ്റം ഒരു അധ്യാപകൻ പഠിച്ചു വെക്കും. ഹി ഷുഡ് ബി അപ്ഡേറ്റഡ്. അയാൾക്ക് കിട്ടുന്ന കോച്ചിങ് ഒന്നും അതിന് സഫീഷ്യൻ്റ് അല്ല. ദ ടീച്ചർ ഡിസൈഡഡ് ഓർ ദാറ്റ് ടീച്ചർ ഹിംസെൽഫ് സ്റ്റഡി ഇറ്റ്, ലേൺ ഇറ്റ്, and then only that teacher can teach these new syllabus and updates of the current syllabuses. അപ്പം ഇങ്ങനെ ടീച്ചേഴ്സ് അപ്ഡേറ്റ് ആയി കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യുന്നു? വലിയ കോഴ കൊടുത്തിട്ട് കയറുന്ന അധ്യാപകം. മാത്രമല്ല, അവർ ടെസ്റ്റ് എഴുതി കയറാത്തപ്പം അവരെന്തുമാത്രം എലിജിബിൾ ആണ് എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമുണ്ട്. അപ്പം കോഴ കൊടുത്ത് കയറുന്ന മാനേജ്മെൻറ്റ് സ്കൂളിലെ മിക്കവാറും ഇപ്പോഴത്തെ സ്കൂൾ ടീച്ചേഴ്സ് കംപ്ലീറ്റ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന കാര്യമല്ല അവരുടെ മെയിൻ പർപ്പസ്. അവരുടെ ഫസ്റ്റ് ഗോൾ അതല്ല. മറിച്ച് ഈ കോഴ കൊടുക്കാൻ വേണ്ടി അവർ എത്ര രൂപയാണോ കണ്ടെത്തിയത് ആ പൈസ തിരിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പല മാർഗ്ഗങ്ങളും ഉപയോഗിക്കുന്നത്. അതിലൊന്നാണ് ഇമ്മോറൽ കോണ്ടാക്ട്, ഇല്ലീഗൽ കോണ്ടാക്ട് വിത്ത് ഡിഫറെൻറ്റ് ട്യൂഷൻ സെൻറ്റേഴ്സ്. അത് നമുക്ക് വെഹിമെൻ്റ്ലി ആയിട്ട് പലയിടത്തും കാണാൻ കഴിയുന്നതാണ്. ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു. ഞാൻ ഈ അടുത്തിടെ അറിയാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്കൂളിലെ ഒരു അധ്യാപകൻ നമ്മുടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10 ലക്ഷം രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. 10 ലക്ഷം രൂപയാണ് സ്കൂളിൽ അധ്യാപകൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഓരോ മാസവും ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലാഭം അയാൾക്ക് കിട്ടുന്നു. എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്? സ്കൂളിലെ കുട്ടികളെ അയാൾ പഠിപ്പിക്കത്തില്ല, മറിച്ച് എന്ത് ചെയ്യും? ഏതെങ്കിലും ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകാൻ അയാളുടെ കഴിവുപയോഗിച്ച് ആ കുട്ടിയെ ആ ട്യൂഷൻ സെൻറ്ററിൽ എത്തിക്കുന്നു. അത് നമ്മൾ പൊതുവെ ഇൻഫ്ലുവൻസ് എന്നാണ് പറയുന്നത്. ആ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് രക്ഷകർത്താക്കളെയും ആ കുട്ടിയെ സ്വാധീനിച്ച് ആ ട്യൂഷൻ സെൻറ്ററിൽ എത്തിക്കുന്നു. ആ ട്യൂഷൻ സെൻറ്ററിലും ഇതേ അധ്യാപകൻ്റെ, ഇതേ കൂട്ടുകെട്ടിലുള്ള അധ്യാപകരുടെ ടീച്ചിങ് ആയിരിക്കും
ആ സ്റ്റുഡൻറ്റ് കിട്ടുന്നത്. അപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിലുള്ള അധ്യാപകർ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്നു. ഇത് ഒരു ഇല്ലീഗൽ അലയൻസിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിൽ അൾട്ടിമേറ്റായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നശിക്കുന്നത്. തിങ്ക് അബൌട്ട് ഇറ്റ്.